ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോയുടെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നല്ല വെജ് കുറുമ എങ്ങനെ ഓയിലൊന്നും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ നാളികേരം വേണം, ചെറുകിയത് വേണം, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ നമ്മുടെ തക്കാളി, സബോള, പിന്നെ നമ്മുടെ മെയിനായിട്ട് ഗ്രീൻസ്, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി കേട്ടോ. അപ്പോൾ അതിന് തന്നെ കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ച ഗ്രീൻ ബീൻസ് അതൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഉരുളൻകിഴങ്ങാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ മാറ്റി വെച്ച് അത്ര ചെറുതാക്കി അരിയണ്ട, എന്നാലും ഒരു മീഡിയം വലുപ്പത്തിൽ അറിഞ്ഞ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ എന്നിട്ട് നമ്മുടെ തക്കാളി, ക്യാരറ്റ്, നമ്മൾ മാറ്റി വെച്ച എല്ലാ പച്ചക്കറി ഐറ്റംസും ഒന്ന് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, പയർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിന്ന് പയറില്ലാത്ത കാരണം കേട്ടോ പയറിടാൻ. പയറും അടിപൊളിയാണ് കേട്ടോ. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ സബോള, ചെറിയ തക്കാളിയാണ്. ക്യാരറ്റ് എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ്. പിന്നെ ഒരു ഉരുളൻകിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയൊരു നുള്ളു വേപ്പില കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ നമ്മുടെ കറിയുടെ ഒരു ഫസ്റ്റ് തന്നെ കാണാനായിട്ട്. പിന്നെ തേങ്ങ ഇപ്പോൾ ഇടരുത് കേട്ടോ. തേങ്ങ നമുക്ക് നാളികേരപ്പാലൊക്കെ ആക്കിയിട്ട് എടുക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് തേങ്ങ ഇപ്പോൾ ഇടരുത്. ഇനി നമുക്ക് കുറച്ച് വെള്ളമാണ് ആ മാറ്റിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ അളവനുസരിച്ച് വെള്ളം കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മുടെ മസാല ഐറ്റംസായ മല്ലിപ്പൊടിയാണ് ഞാൻ ആദ്യം ഇടുന്നത്. മല്ലിപ്പൊടി ഞാൻ 1.5 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. എൻ്റെ ചെറിയ ടീസ്പൂണാണ്. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇടണം. ഉപ്പ് ഞാൻ കയ്യിൻ്റെ അളവാണ്, അപ്പോൾ നിങ്ങളുടെ കയ്യിൻ്റെ അളവായിട്ട് നിങ്ങൾ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ അതേ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലൊരു കാര്യം, മുളക് പൊടി യൂസ് ചെയ്യരുത് കേട്ടോ. അവിടെ നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും ആയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഗരം മസാല യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഏലക്ക, ഗ്രാമ്പു, പട്ട അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതാണ് ഇടേണ്ടത്. എൻ്റെ ഇപ്പോൾ ഗരം മസാല ആയിട്ടൊന്നും ഉള്ളൂ, അതുകൊണ്ടാണ് അത് ഇട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആ നാളികേരം അരച്ചിട്ട് വരാം. ഞാനതൊക്കെ അരച്ച് വന്നിട്ട് അപ്പോൾ കുക്കർ ഒരു 4-5 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ അവസ്ഥയിലായിട്ടായിരിക്കും വെന്തിട്ടുണ്ടാവുക. ഇന്നപ്പോൾ അതൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. കയ്യിൽ വെച്ചിട്ട് തന്നെ, നമ്മുടെ എല്ലാ കയ്യിൽ വെച്ചിട്ട് അതൊന്ന് നന്നായി ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഉടച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇടുന്നത് നാളികേരപ്പാൽ, നമ്മുടെ നാളികേരപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഓണാക്കിയിട്ടരുത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മുടെ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. പക്ഷെ നമ്മുടെ ഇങ്ങനെ എടുക്കുമ്പോഴേ നാളികേരപ്പാലിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ അത് ഈ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ട് ഞാൻ അതിനൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇറക്കരുത്, ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. ഇതേപോലെയൊക്കെ ആയി വരുമ്പോൾ ഇതിൽ വേണമെങ്കിൽ കേശുനട്ട് ചേർക്കാം. കേശുനട്ട് ചേർക്കുമ്പോൾ നെയ്യിൽ വറുത്തിട്ടോ അല്ലെങ്കിൽ അരച്ച് ചേർക്കാം. മിക്സിയിലൊരു 6 കേശുനട്ട് അരച്ച് ചേർക്കുക. പിന്നെ നമ്മുടെ കിസ്മിസ് നെയ്യിൽ വറുത്തിട്ട് ഇടാം കേട്ടോ. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല, ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എന്താ അടിപൊളിയാണല്ലേ. നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി നോട്ടിൽ വെള്ളപ്പമായിട്ടും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വെള്ളയപ്പം കേട്ടോ. എൻ്റെ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ ഇടാവേ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അരിപ്പൊടി യൂസ് ചെയ്തിട്ടുള്ള വെള്ളയപ്പമാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പമാണ്. അതിൻ്റെ ഒപ്പം കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോണേ. താങ്ക് യു.